ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഹെല്ലോ മലയാളത്തിലേക്ക്. ശ്രീ രാജു എബ്രഹാം, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെല്ലോ മലയാളത്തിലേക്ക്. നമസ്കാരം സേതുലക്ഷ്മി. ഇന്ന് ഓശാന ഞായറാണ്. നമസ്കാരം ശ്രീ രാജു എബ്രഹാം. ഇന്ന് ഓശാന ഞായറാണ്. എന്താണ് പരിപാടി ഇന്ന് രാവിലെ? ഇന്ന് നമുക്ക് പതിവ് പോലെയുള്ള രാഷ്ട്രീയ പരിപാടികളാണ് രാവിലെ മുതൽ. ഓക്കെ, ഈ പറയുന്ന പോലെ അങ്ങ് പറയൂ ശ്രീ രാജു എബ്രഹാം. ആറന്മുളയിൽ നമ്മളെ കാനഡയിലൊരു വള്ളംകളി സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും. അവരിന്ന് ആറന്മുള പള്ളിയോടങ്ങളെ ഇന്ന് ആദരിക്കുന്ന വലിയൊരു ചടങ്ങുണ്ട്. നമ്മുടെ സഹകരണ മന്ത്രി VN വാസവനാണ് ആദരവ് നൽകുന്നത്. അതുൾപ്പെടെയുള്ള പരിപാടികൾ ഓശാന ഞായറാഴ്ചയിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുകയാണ്. ശ്രീ രാജു എബ്രഹാം, അറിയാം അങ്ങ് ഈ ജ്ഞാനായ സഭ അംഗം കൂടിയാണ്. അപ്പോൾ ഈ ചടങ്ങുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടോ മറ്റ് സഭകളിൽ നിന്ന്? അല്ല, ഓശാന ഞായറാഴ്ച പണ്ട് നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു കാര്യമായിരുന്നു. ഒരു പ്രത്യേകത, നാട്ടിലുള്ള എല്ലാവരും ഓശാനയ്ക്കും അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചയും പിന്നെ ഈസ്റ്ററിനും പള്ളിയിൽ പോകും. എല്ലാവരെയും ഒരുമിച്ച് കൂടുന്ന ഒരു വിശേഷ സന്ദർഭം കൂടിയാണ്. ക്രിസ്മസ് പോലെ നമ്മൾ ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് പോലെ തന്നെയാണ് ഓശാനയും, അതുപോലെ തന്നെ ഈസ്റ്ററും, അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട കാര്യം. നാട്ടിലുള്ള പുറത്ത് പഠിക്കാൻ പോയ കുട്ടികൾ ധാരാളം കടന്നു വരും. അതുപോലെ തന്നെ പുറത്ത് വിദേശത്തൊക്കെയുള്ള ആളുകൾക്ക് വരാൻ കഴിയുന്നൊരു സന്ദർഭമല്ല. എങ്കിലും എല്ലാവരുടെയും കൂടെയുള്ളൊരു ഒത്തുചേരലാണ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഒരു സന്തോഷത്തിൻ്റെ ഒത്തുചേരലാണ് ഈ ദിവസങ്ങൾ. അത് ഇന്ന് ഓശാനയാവുമ്പോൾ സ്വാഭാവികമായും ആ ഒത്തുചേരലും സന്തോഷവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തിപൂർണമായ ദിവസം കൂടിയാണിത്. തീർച്ചയായും. ശ്രീ രാജു എബ്രഹാം, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലഹരിക്കെതിരായ പോരാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയും നമ്മുടെ നാട് എമ്പാകെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഈ ബോധവൽക്കരണമൊക്കെ നടക്കുകയാണ്. പക്ഷേ ഇന്നലെ പത്തനംതിട്ടയിൽ അങ്ങയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ബോധവൽക്കരണ പരിപാടി നടന്നു, അതും 3000 കേന്ദ്രങ്ങളിൽ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. തീർച്ചയായിട്ടും നമ്മൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു പ്രതിജ്ഞ ഞങ്ങളെല്ലാ വാർഡുകളിലും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനം വാർഡുകളിലും ഇന്നലെ തന്നെ ആ പ്രതിജ്ഞ നടന്നു. നടക്കാത്ത സ്ഥലങ്ങളിൽ ഇന്ന് ആ പ്രതിജ്ഞ നടക്കും. ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് വലിയ നടപടികൾ മയക്കുമരുന്നിനെതിരെ സ്വീകരിക്കുന്നുണ്ട്, ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണ വിജയം നേടാൻ കഴിയത്തില്ല. ഓരോ വ്യക്തികളും തീരുമാനിക്കണം, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല. അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വിതരണക്കാരെ പോലീസിനും എക്സൈസിനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാവും. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വിചാരിച്ചാൽ കഴിയുന്നൊരു കാര്യമാണ്. കാരണം ഈ വിതരണക്കാരെ പ്രവർത്തിക്കുന്നത് ചെറുപ്പക്കാരുടെ ഇടയിലാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നെറ്റ്വർക്ക് മുതിർന്നവരുടെ മുമ്പിൽ വരത്തില്ല. റെയ്ഡുകൾ നടക്കുമ്പോൾ അവരെ പിടിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് കസ്റ്റഡിയിലെടുക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ വിതരണ ശൃംഖല ഏതാണ്, ആരാണ്, എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം, എപ്പോഴാണ് ചരക്ക് വരുന്നത്, ഇതെല്ലാം നമുക്ക് ഈ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട ഗാങ്ങിന് ഇതെല്ലാം അറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത്, ചെറുപ്പക്കാരിൽ ഫോക്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നാട്ടുപ്രദേശങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ വളരെ ഉത്കണ്ഠാകുലരാണ്. കാരണം അവിടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് ഇവിടെയല്ല, കൂടുതൽ കുട്ടികളും പഠിക്കുന്നത് പുറത്താണ്. ആ കുട്ടികൾ മയക്കുമരുന്ന് ഗാങ്ങിനിടയിൽ പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം രക്ഷിതാക്കളെ കൂടെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശവും ഞങ്ങൾക്ക് ഈ പ്രതിജ്ഞയിലുണ്ട്. അപ്പോൾ നാട്ടുപ്രദേശങ്ങളിലെ ആളുകൾ പലരും രാഷ്ട്രീയ പാർട്ടിയുടെ യോഗമാണെങ്കിൽ കുറേ ആളുകൾ പോകും. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിലും പോകാത്ത രക്ഷിതാക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിൽ ചെന്ന് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ളൊരു വീട്ടുമുറ്റത്ത് ഈ പ്രതിജ്ഞ നടത്തിയാൽ ഇവർ കുറേ ആളുകൾ
ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കും. അപ്പോൾ എല്ലാ ജനങ്ങളെയും ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ സംരംഭത്തിനാണ് ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ടയിൽ ഔദ്യോഗികമായി ഞങ്ങൾ തുടക്കം കുറിച്ചെങ്കിലും ഞങ്ങൾ പ്രധാനമായും ഇത് നമ്മുടെ മറ്റ് ജില്ലകളിലേക്കും ഇത് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഈ പരിപാടി ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ജനങ്ങളിലേക്കും ബോധവൽക്കരണം ഉണ്ടാവണം. ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ക്യാമ്പയിനിലൂടെ ആവട്ടെ, പലരും ഇത് ഏറ്റെടുക്കട്ടെ. പല സംഘടന ഇത് ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞു, പലയിടങ്ങളിലും ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ശ്രീ രാജു ഇബ്രാഹിം, ഈ ശബരിമല, അയിരൂർ ചെറുകോൽപ്പുഴ, മാരാമൺ കൺവെൻഷൻ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട. അതായത് കേരളത്തിൽ തന്നെ ഇത്രത്തോളം മതേതര പാരമ്പര്യം വച്ചു പുലർത്തുന്ന മറ്റൊരു ജില്ല ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് അങ്ങ്. ഈ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഈ ഭിന്നിപ്പുകളും മതവിദ്വേഷ പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. തീർച്ചയായിട്ടും ഒരു വെറുപ്പിൻ്റെ അന്തരീക്ഷമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ്. മതസൗഹാർദ്ദം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ശബരിമലയിലെ ധാരാളം കാര്യങ്ങൾ ഞാൻ MLA എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാൻ ഞാൻ മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലാണ് 1996-98 കാലഘട്ടത്തിൽ. അന്ന് പരിസ്ഥിതി കമ്മിറ്റിയുടെ അംഗം എന്ന നിലയിലാണ് ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അപ്പം ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കർത്തവ്യം കൂടിയാണ്, ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല. അങ്ങനെ ആ ശബരിമല മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചതിന് ശേഷമാണ് അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ, അവർക്ക് ഒരു 5 സ്റ്റാർ സൗകര്യത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ പ്രാഥമിക കാര്യങ്ങൾ നന്നായി നിർവഹിക്കുക, ഈ വലിയ ആ തിരക്കിനെ മാനേജ് ചെയ്യുക, അവിടെ സുഗമമായി അവർക്ക് ദർശനം നടത്താൻ കഴിയുക. അങ്ങനെയാണ് ഞങ്ങൾ ക്ലോക്ക് റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. നീണ്ടു നിൽക്കുന്ന ക്യൂ, അപ്പോൾ അവിടെ അവർക്ക് ലഘുഭക്ഷണം വേണം, അതിനുവേണ്ടിയുള്ള ക്യൂ കോംപ്ലക്സുകൾ അങ്ങനെ ഉണ്ടാക്കാനുള്ള നിർദ്ദേശം, അതെല്ലാം അന്ന് ഞങ്ങളുടെ പരിസ്ഥിതി കമ്മിറ്റിയുടെ ആ പ്രപ്പോസൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാരാമണ്ണ് മാർത്തോമാ സഭയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നതെങ്കിലും മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ചും ചെറുകോൽപ്പുഴ കൺവെൻഷൻ അതും ഒരു കമ്മിറ്റിയാണ്, ഹിന്ദു മഹാമണ്ഡലമാണ്. പക്ഷേ ഇതിനെല്ലാം ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ സഹകരണം, ഗവൺമെൻറ് മന്ത്രി തന്നെ പങ്കെടുക്കുന്ന, പ്രധാനമായും ജലവിഭവ വകുപ്പ് മന്ത്രി എല്ലാ വർഷവും പങ്കെടുക്കുന്ന കൂടിയാലോചനകളിലൂടെയാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ. കാരണം രാജ്യത്തു നിന്നും അതുപോലെ തന്നെ വിദേശത്തുമൊക്കെ ഉള്ള ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ എത്തിച്ചേരുന്ന മഹാസംഗമങ്ങളാണിതെല്ലാം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ കടമ ഗവൺമെൻറ് എന്ന നിലയിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും. ഇവരെല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. അതുകൊണ്ടാണ് മറ്റ് വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ 5 ഇടങ്ങളിലും 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പം ഇടതുപക്ഷത്തിനൊപ്പമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അടുത്ത വർഷം. എങ്ങനെയാണ് ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയ ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഈ വർഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഉന്നതമായ ഒരു വിജയം ഇത്തവണ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ കൂട്ടായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വർഗ ബഹുജന സംഘടനകൾ, നിരവധി സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ എല്ലാം പ്രവർത്തനം ഞങ്ങളിപ്പം കൂടുതൽ ചിട്ടയായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രൂപത്തിലുള്ള വലിയ വികസന മുന്നേറ്റമാണ് ഞങ്ങൾ എല്ലാ തലങ്ങളിലും. ഇപ്പം ഞങ്ങളുടെ ജില്ലയിലെ മിക്ക PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഞാൻ അന്ന് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. എല്ലാ വർഷവും വലിയ പ്രശ്നമാണ്, കുടിവെള്ളം കിട്ടുന്നില്ല, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. അതും ഏതാണ്ട് ശാശ്വതമായി പരിഹരിക്കുന്ന
ഒരു വമ്പൻ പദ്ധതിയാണ് 160 കോടി രൂപ മുടക്കി ഇപ്പോൾ ഞങ്ങൾ നിലയ്ക്കൽ കേന്ദ്രമാക്കി ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഇടത്താവളങ്ങൾ വികസിപ്പിക്കുക. കോഴഞ്ചേരിയിലാണെങ്കിൽ മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും എല്ലാം വരുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. അവിടെ ഒരു ഇരട്ടപ്പാലം, റാന്നിയിലെ ഇരട്ടപ്പാലം. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ അതിർത്തിയിലാണ് ശബരിമല വിമാനത്താവളത്തിൻ്റെ പ്രപ്പോസൽ വന്നിരിക്കുന്നത്. രാജു ഇബ്രാഹിം, ഇതിനിടയ്ക്ക് ഒരു കാര്യം, ഇപ്പോ അങ്ങയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആരോടും അങ്ങനെ കടുപ്പത്തിലൊന്നും സംസാരിക്കാതെ എപ്പോഴും സൗമ്യനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. ഈ MLA ആയിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനം സാധാരണ കടുപ്പക്കാർക്ക് വലിയ വിജയം ഉണ്ടാക്കുന്ന ഒരു പദവി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു സൗമ്യ സ്വഭാവം? അത് നമ്മൾ ഈ സന്ദേശം സിനിമയിലെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഒരു അപ്രോച്ച് കണ്ടതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത്. പാർട്ടി സെക്രട്ടറിമാരോ പാർട്ടി പ്രവർത്തകരോ എപ്പോഴും വീർത്ത മുഖവുമായി, അല്ലെങ്കിൽ ഒരു കക്ഷത്തിലൊരു ഡയറിയുമായി, അല്ലെങ്കിൽ എപ്പോഴും പോളണ്ടിലെ കാര്യങ്ങളും സോവിയറ്റ് യൂണിയനിലെ കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നവരായി അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെ ചിത്രീകരിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത്. കഥാപാത്രങ്ങളെ ചിത്രീകരിച്ച കാര്യം പറയുമ്പോൾ അങ്ങ് ഒരു അഭിനേതാവ് കൂടിയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ 4-5 സിനിമകൾ, കുറേ ടെലിവിഷൻ സീരിയലുകൾ ഒക്കെ പിന്നെ നമ്മൾ ടെലിവിഷനകത്ത് നമ്മൾ സ്ഥിരം 10-15 വർഷം വൈകിട്ടത്തെ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുക, അതെല്ലാം കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിലാണ് പുതിയ ഒരു പദവിയിലേക്ക് നമ്മൾ പദവിയായി നമ്മൾ കാണുന്നില്ല. ഒരു ഏത് പ്രതീക്ഷയാണ്? അസംബ്ലി മത്സരമാണോ? അഭിനയം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ നിയമസഭാ നാടകവേദികളിൽ സ്ഥിരം ഞങ്ങൾ നാടകം അവതരിപ്പിച്ച് സംതൃപ്തി അടയുകയായിരുന്നു. കാരണം മറ്റേതിന് നമുക്ക് സമയം കിട്ടാറില്ല. കാരണം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി രാവിലെ മേക്കപ്പ് ഇട്ടാൽ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും നമുക്കൊരു 5 മിനിറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിനകത്ത് നമുക്ക് അഭിനയവുമായി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഒരു ദിവസം തന്നെ 10-15-20 ചടങ്ങുകളിലും പരിപാടികളിലും മീറ്റിങ്ങുകളിലും എല്ലാം പങ്കെടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണവും കാര്യങ്ങളും അങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പല ഘട്ടത്തിൽ. ഈ CPIക്കും CPMനും 2 നിലപാടാണ് ഈ വിഷയത്തിൽ. അത് ഈ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ ശ്രീ പിണറായി വിജയനെതിരെ ലാവലിൻ കേസ് നമുക്കറിയാം. എത്ര വർഷം ഞാനാണെന്ന് ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് പോയത്. എന്താ അദ്ദേഹം എന്ത് ചെയ്തു അതിനകത്ത്? അതിനു മുമ്പിരുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ആളുകൾ ഉണ്ടാക്കിയ കരാറിനേക്കാൾ 40 കോടി രൂപ കുറച്ചു. ആര്? പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി വരുമ്പോൾ. ഞാനും ഉണ്ട്. അന്ന് MLA ആണ്. ഞാൻ ആദ്യമായി എലക്ട് ചെയ്യപ്പെട്ടത് അന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് 40 കോടി രൂപ സ്റ്റേറ്റിന് ലാഭം ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ ഒരു കേസിനകത്ത് ഉൾപ്പെടുത്തുക, അതെന്തൊരു മറിമായമാണ്. അതുകൊണ്ടാണല്ലോ ഒരു കോടതിക്കും അത് വിചാരണ ചെയ്യാൻ പോലും കഴിയത്തില്ല. കാരണം വിചാരണ ചെയ്യാതെ തള്ളിക്കളഞ്ഞൊരു കേസ്. അതിന് സമാനമാണ് ഇവിടെ. എന്താ പ്രശ്നം? ഒരു വ്യക്തി ചെയ്ത ജോലി, ആ ജോലിക്ക് പ്രതിഫലം വാങ്ങിച്ചു. ബാങ്കിലൂടെയാണ് വാങ്ങിച്ചത്. ബാങ്കിലൂടെ അത് വാങ്ങുമ്പോൾ അവരതിന് കൃത്യമായ ടാക്സ് കൊടുക്കുന്നു. നമ്മുടെ ലോകത്തിൽ ആരെങ്കിലും കള്ളപ്പണം ബാങ്കിലൂടെ വാങ്ങുമോ? ആരെങ്കിലും കള്ളപ്പണത്തിന് ടാക്സ് കൊടുക്കുമോ? അപ്പോൾ ഇവിടെ അതുകൊണ്ടാണല്ലോ ചില ആളുകൾ ഹൈക്കോടതിയൊക്കെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി അപ്പം തന്നെ അതെടുത്ത് അറബിക്കടലിൽ എറിഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാഴ്ചപ്പാട്. എന്താ കാഴ്ചപ്പാട്? കേന്ദ്ര ഏജൻസികൾ 10,000 കോടി രൂപയുടെ അഴിമതി കാണിച്ചാലും നിങ്ങൾ ഭരണകക്ഷി ചേരൂ, കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ പ്രഖ്യാപിക്കൂ. അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചാൽ എന്താ സംഭവം? നിങ്ങളുടെ പേരിലുള്ള കേസ് ഇല്ലാതാവും. എത്ര രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്ത്യ രാജ്യത്ത്? അങ്ങനെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീ രാജു ഇബ്രാഹിം, കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ വിലക്കെടുക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഈ കേസുകളും അതിൻ്റെ നാൾവഴികളും ഒക്കെ പ്രസക്തമാകുന്നതും. വളരെയധികം നന്ദി ശ്രീ രാജു ഇബ്രാഹിം, ഈ സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഞങ്ങളുടെ പ്രേക്ഷകരുമൊപ്പം സംസാരിച്ചതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
താങ്ക് യു സേതുലക്ഷ്മി. എല്ലാ ആശംസകളും നേരുന്നു. ശരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് നമുക്കിപ്പോൾ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ ചേർത്തത്.